إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ ബഖറ 251-ാമത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. നോക്കൂ, ഫഹസമൂഹും ബിഇذനില്ലാഹ്, അല്ലാഹുവിന്റെ അനുമതി പ്രകാരം അവരെ പരാജയപ്പെടുത്തി. ആരെ പരാജയപ്പെടുത്തി? ജാലൂത്തിനെയും സൈന്യത്തെയും പരാജയപ്പെടുത്തി. ആര് പരാജയപ്പെടുത്തി? നോക്കൂ നിങ്ങൾ. വഖതല ദാവൂദ്, ജാലൂത്ത്, ദാവൂദ് നബി അലൈഹിസ്സലാം ജാലൂത്തിനെ കൊലപ്പെടുത്തി എന്നാണ് അല്ലാഹു പറയുന്നത്. വആതാഹുല്ലാഹു, അല്ലാഹു അദ്ദേഹത്തിന് നൽകി അൽ മുൽക, രാജാധിപത്യം നൽകി, വൽ ഹിക്മത, വേദവിജ്ഞാനം നൽകി, വഅല്ലമു, അദ്ദേഹത്തിന് പഠിപ്പിച്ചു, മിമ്മാ യശാ, അവൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇരുമ്പ് കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതുപോലെ സബൂർ എന്ന വേദവും ദാവൂദ് നബി അലൈഹി സ്വലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്കുള്ള സൂചനയാണിത്. അങ്ങനെ ദാവൂദ് നബി അലൈഹി സ്വലാം അതിശക്തമായ രൂപത്തിൽ തന്നെ നിലകൊണ്ടുകൊണ്ട് ജാലൂത്തിനെ വധിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ബനി ഇസ്രായേലുകൾക്ക് രക്ഷ ഉണ്ടാകുന്നത്. ഇന്നും ബനി ഇസ്രായേലുകൾ എന്ന് പറയുന്ന അവകാശപ്പെടുന്ന യഹൂദർ ഇന്നും ആ ദാവൂദ് നബി അലൈഹി സ്വലാമിനെ സ്മരിക്കുന്നുണ്ട്. ദാവീദ് നമ്മുടെ രക്ഷകനാണെന്ന് എന്നും പറഞ്ഞു നടക്കുന്നു. എന്നാൽ ഒരുപാട് കള്ളത്തരങ്ങളും ആ നബിയുടെ മേൽ അവർ വെച്ച് കെട്ടുന്നുണ്ട്. അല്ലാഹു അലം. നോക്കൂ നിങ്ങൾ, വലൂലാ ദഫ്ഉമായി അല്ലാഹു പറയുകയാണ്, വലൂലാ ദഫ്ഉല്ലാഹ്, അല്ലാഹു തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ, അന്നാസ, ജനങ്ങളെ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ, ഏത് ജനങ്ങളെ? ബഅ്ളഹും, ചിലരെ, ബിബഅ്ദിൻ, ചിലരെ കൊണ്ട്, ജനങ്ങളിൽ ചിലരെ കൊണ്ട് ചിലരെ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ, ലഫസദത്തിൽ അർള്, ഭൂമിയിൽ കുഴപ്പമുണ്ടാവുക തന്നെ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ യുദ്ധത്തിന്റെ അനിവാര്യതയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അത് വെറുതെ ഒരു നേരം പോക്കിനോ അല്ലെങ്കിൽ ആഢ്യത്വത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഒരു മേൽക്കോയ്മ നേടുന്നതിനോ ഒരു രാജ്യം പിടിച്ചടക്കുന്നതിനോ അല്ല. അത് ഭൂമിയിലുള്ള കുഴപ്പം അമർഷിയുന്നതിനും സത്യം അത് മുന്നോട്ട് കൊണ്ടുവരുന്നതിനും അത് ഉന്നതമാക്കുന്നതിനും വേണ്ടി മാത്രമാകുന്നു. ഇതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു തത്വം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരുന്നു. വലാകിന്നല്ലാഹ, പക്ഷേ അല്ലാഹു തആല ഫളിൽ, അങ്ങേയറ്റം അനുഗ്രഹീതനാകുന്നു, അനുഗ്രഹം ചൊരിയുന്നവനാകുന്നു. അലൽ ആലമീൻ, ലോകർക്ക് മേൽ, ലോകരോട് അങ്ങേയറ്റം അനുഗ്രഹം ചൊരിയുന്ന ഒരു ആളാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ മനുഷ്യർക്ക് രക്ഷ നൽകുന്നത് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനം നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.